എടാ പിന്നെ ഞാനിപ്പോ വിളിച്ചില്ലേ ഒരു പൈസക്കാരിക്കും 1200 മാർക്കേ ഉണ്ടാവാ. അതിനല്ലേ വിളിക്കണ്ട മോനെ. തരുവോ? എന്തായാലും എന്റെ കയ്യിലില്ല, ഇപ്പൊ ഇല്ല കേട്ടാ. എടാ നീ പണിക്ക് പോകുന്നതല്ലേ? അയ്യോ പണിയൊന്നും പറയണ്ട മോനെ. അല്ല ഞാൻ നിർത്താൻ പോക്കാം. നീ ശരിയാവില്ല. മുട്ടായിപ്പ് പറയല്ലേ. നീ തരാൻ സത്യായിട്ടും പറ്റില്ല. അല്ലടാ, ഞാൻ നിന്നെ വിളിക്കാൻ പോകലേനു. എന്നെ വിളിച്ചിട്ട് എന്തിനാ ഇങ്ങോട്ട് പൈസക്ക് വെക്കാന്? അല്ല, അനക്ക് വേറെ പണി ചെയ്യാൻ ഉത്തരവ് ചോദിക്കാൻ വേണ്ടി. അനക്കേ പണിയില്ല പിന്നെ. എട്ടാണ് 8, കുഴപ്പമില്ല, ഞാൻ പോയിക്കോളും. 8000 ഒന്നുമില്ലേ? ഒരു ദിവസം പല്ലിന്റെ ഇടയിൽ കുത്താനുണ്ടാവില്ല. എടാ അത് 8 കിട്ടിയാലും കുഴപ്പമില്ല. ഇപ്പൊ എനിക്ക് 18 കിട്ടുന്നുണ്ട്. എന്നാലും എനിക്ക് എന്തോ. എന്താടാ 18 കിട്ടുന്ന? പിന്നെ എനിക്ക് പോയിക്കൂടെ? ശരിയാവൂല മോനെ, മതിയായി. എന്താ ഞാൻ അതിനെ വിളിക്കുമ്പോ പറയാന്ന് വെച്ചാ. ഇത്രയും ദൂരം പോകണ്ടോണ്ടാ? അതിന് മാത്രം ദൂരം ഒന്നും ഇല്ല ഇത്. അതിന് മാത്രം ദൂരമൊന്നുമില്ല. ആരെ ശരിയില്ലടാ എന്ത്? ആ വീട്ടിലെ ആണുങ്ങള്. എന്നാ അയാളെ ഭാര്യ ഗൾഫിലല്ലേ. അയാളെ ഒരുമാതിരി വൃത്തിയായിട്ട നോട്ടോ. കൊറേ ദിവസമായി അയാള് തുടങ്ങിയിട്ട്. അതിന്റെ ലുക്ക് കൊണ്ടായിരിക്കട്ടെ. ലുക്കല്ല, പിന്നെ കണ്ടാരാ നോക്കി ഇടക്ക് പോലെ. അയാളെ കാണുമ്പോഴേ ദേഷ്യം പിടിക്കും. പിന്നെ കുഞ്ഞു വാവയായോണ്ട്, ചെറുതല്ലേ അത്, അതിന് അയാള് ചെയ്യുന്നത് മനസ്സിലാവാനുള്ള ബുദ്ധിയൊന്നുമില്ല. 5ാം ആദ്യം ക്ലാസ് അതാന്ന് പഠിക്കുന്ന. നോക്കണ്ടേ. എത്രയിലാ പഠിക്കും? 2-ലാ 3-ലാ? അതിന് ട്യൂഷൻ 5-ല്. 5-ലുണ്ടോ? 5-ല് പഠിക്കുന്ന കുട്ടിക്ക് ട്യൂഷൻ? അതും നിന്നെ പോലത്തെ ഇതിന്. സത്യം എനിക്കോ പറഞ്ഞ 5 പഠിപ്പില്ല. പഠിക്കുന്ന അതിന് ട്യൂഷന്റെ ആവശ്യമില്ല. ഒന്നാമത് നല്ല വലിയ സ്കൂളിലാണ് അതിനെ കൊണ്ട് ചേർത്തത്. പിന്നെ അതിന് ട്യൂഷന്റെ ആവശ്യം ഇല്ല, നല്ലോണം പഠിക്കുന്ന മോളാന്ന്. അയാൾ ശരിയായ ഉടായിപ്പാ. എടാ അയാള് വെറുതെ എനിക്ക് ഡ്രസ്സെല്ലാം എടുത്തരും. നല്ലല്ലേ? രാത്രി ഇടുന്ന്. അയാളെന്തിനാ എനിക്കത് എടുത്തിരുന്നു? പിന്നെ വെറുതെ ഇടക്കിടക്കുണ്ടാവും എനിക്ക് പൈസ തരുന്നു. ഞാൻ പിള്ളേർക്ക് പെണ്ണിന് ഇങ്ങനെ. സാലറി ആയിരിക്കൂലേ? അല്ല, ഞാനിങ്ങനെ പെണ്ണിന് ക്ലാസ് എടുത്തോണ്ട് നിൽക്കുന്ന സമയത്ത് എന്റെ ബുക്ക് ഉണ്ടാവൂലേ, അതിന്റെ ഉള്ളിലെല്ലാം കൊണ്ടുപോയിട്ട് പൈസ വെക്കും. അത് എത്ര വെക്കുക? 5000 എല്ലാം കൊണ്ടുപോയി വെക്കും. നല്ലതല്ലേടാ. എനക്ക് അങ്ങനത്തെ പൈസ വേണ്ട. അയാൾ ഉദ്ദേശിക്കുന്നൊന്നും അതല്ല. പൊന്നു മോളെ, നീ ആ ഉദ്ദേശത്തിന് നിക്കണ്ട. നിനക്ക് ആ പൈസ കിട്ടുമല്ലോ. എടാ പൈസ ഞാൻ എനിക്ക് എടുക്കുകയും വേണോ, അല്ലാണ്ട് എടുക്കാണ്ട് വെക്കാനും പറ്റൂല. വല്ലാത്ത അവസ്ഥയില ഞാൻ. അത് എടുത്തു കഴിഞ്ഞാൽ അയാൾ കാണിക്കുന്ന വൃത്തികേട് മുഴുവനും ഞാൻ കാണേണ്ടി വരും. അയാളെന്താ കാണിക്കുന്നത്? അയാളില്ലേ, കുളിക്കാൻ പോകുമ്പോ ഒന്നും എടുക്കൂല. എന്നിട്ട് എന്റെ വീട്ടിൽ ആരും ഇല്ലാലോ, അയാളും മോളല്ലേ ഉള്ളൂ. അപ്പൊ എന്റെ അടുത്ത് പറയും തോർത്തെടുത്തരുമോന്ന് ചോദിക്കും. നീ മോളെടുത്ത് കൊടുത്തേക്കണോ അയാള്? എന്റെ അടുത്ത് എടുക്കാനാ പറയാ. അപ്പൊ ഞാൻ തോർത്ത് കൊടുത്ത് കൊടുക്കും. എന്നിട്ട് ഞാൻ അപ്പൊ തന്നെ ഡോറ് തുറക്കൂടാ കുളിമുറിന്ന്. നിനക്ക് ഒരു എന്റർടൈൻമെന്റ് അല്ലേ? അതേപോലെ തന്നെ ഒരു ദിവസം എന്തോ ഒരു കാര്യത്തിന് എന്നെ റൂമിലേക്ക് വിളിച്ച്. എന്തോ പറഞ്ഞു ഇയാള്. എന്നിട്ട് അപ്പൊ ഞാൻ റൂമിൽ കയറി അപ്പഴ ഇയാള് ഡോങ്ങടിച്ചു. പക്ഷെ അന്ന് ഞാൻ കുറച്ചൊരു ഇതായിട്ട് പെരുമാറി. എന്തായിട്ട്? അങ്ങനെയല്ല, കുറച്ചൊരു ദേഷ്യം കാണിക്കുന്ന പോലെ പെരുമാറി. എനിക്ക് താല്പര്യം ഇല്ലാത്തത് പോലെ. അപ്പൊ അയാള് വാതിൽ തുറന്നു. അന്നേരാണ് ഇയാള് കൊണ്ടുപോയിട്ട് 5000 വെച്ച. അപ്പോ അയാള് വിചാരിക്കുന്ന പോലെ നിന്നുള്ള അവസ്ഥ എന്തായിരിക്കും? അയ്യോ, ഞാൻ അവിടെ തന്നെ താമസിക്കേണ്ടി വരും. നല്ലല്ലേ. നീ എന്ന ഒന്ന് രൂപ മാറ്റിത്താ, നിന്നെ പോലെ ആക്കിത്താ, ഞാൻ പോയിട്ട് വരാം. എന്ത് വൃത്തിയാണാടാ അയാള് കാണിക്കുന്നത്. എടാ ചെറിയ ചെറിയ ആഗ്രഹങ്ങളായിരിക്കൂ. എനിക്ക് ഫുഡ് വാങ്ങി തരൂ.
എല്ലാം ഇങ്ങനെ വാങ്ങി കൊണ്ടുവന്നിടും. എവിടെയും പോവാനുണ്ട്, പോവാൻ വരുവോ? രാത്രി ഒരേ വിളിയാ. ഞാൻ ഫോൺ എടുക്കുന്നത് വരെ വിളിക്കും. എന്നിട്ട് ഒരു മോളെ എന്തെങ്കിലും ആവശ്യത്തിന് വിളിച്ചാ, സംശയം ചോദിക്കാൻ വിളിച്ചതാ, അങ്ങനെയെല്ലാം പറയും. ഇപ്പൊ അയാൾക്കൊരു എക്സ്ട്രാ ഒരിത്. ആദ്യം ഞാൻ പോയി കഴിഞ്ഞാല് ഒരു 6 മണി മുതൽ ഒരു 7:30 ആ സമയം വരെയല്ലേ ട്യൂഷൻ എടുക്കല്. ഇപ്പൊ അയാൾ നടന്നാണ് 9 മണി വരെ എടുക്കണം പോലും. 7 മണി വരെ കുട്ടിക്ക് ക്രീം കൊടുക്കണം. അയാള് തീരെ ശരിയില്ല. അത്രയും ലേറ്റ് ആയി കഴിഞ്ഞാൽ അയാൾക്ക് അത്രയും നല്ലത്. മനസ്സിലായി. അപ്പൊ നീ നിർത്തല? എന്നിട്ട് ഞാൻ നിർത്തലാന്ന്. അയാളത് കണ്ട് കണ്ട് ഞാൻ മടുത്ത്. എത്ര പ്രാവശ്യം അയാള് കുളിമുറിയില് തോർത്തെടുക്കാണ്ട് പോന്നു. എങ്ങനെങ്കിലും അയാൾ എന്നെ കാണിക്കും. എല്ലാം കാണിക്കേണ്ടത് മുഴുവനും കാണിക്കും. എനിക്ക് മനസ്സിലായില്ലേ? മനസ്സിലായി. അങ്ങനെയാണെങ്കിലും കൊള്ളുവോ? എന്നിട്ട് കൊള്ളാവോ? അയ്യേ പറ. സാരമില്ല, പോട്ടെ. എന്നാ പിന്നെ നിർത്തിക്കളാ. അയാൾക്ക് നല്ലത്. അയാൾക്ക് ഞാൻ ഒന്നും തിരിച്ച് ചെയ്യുന്നില്ലെങ്കിൽ അയാൾക്ക് അങ്ങനെ കാണിക്കുമ്പോൾ ഒരു സുഖം കിട്ടുന്നുണ്ടാവില്ലേ? എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. അല്ലെങ്കിൽ ഒരാളിങ്ങനെ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കൂലോ. അതില്ല. അപ്പൊ ബസ്സിലെല്ലാം പോകുമ്പോ ഓരോരുത്തർ കാണിക്കുന്ന റീല് കണ്ടിട്ടാണോ? അതെ. അപ്പൊ എനിക്ക് കടം ചോദിക്കാൻ ആളില്ലല്ലേ? ഞാൻ അതിന്റെ വിഷമത്തിലേക്കുമ്പോ നീ പോയിരുന്നു. ഇതൊക്കെ സിമ്പിള്. എടാ, ഏച്ചി നാട്ടിലുണ്ടെങ്കിൽ എനക്ക് എന്നാലും കുഴപ്പമില്ലേനു. ഏച്ചി നാട്ടിലുണ്ടപ്പോ നിന്നെ വിളിപ്പിക്കുവോ, പഠിപ്പിക്കേ? ഇല്ല, അത് ഉറപ്പല്ലേ? എടാ, ഇയാളുടെ എങ്ങനെയാടാ കുട്ടി വളരുവാ? ഇത്രയും വൃത്തിയായിട്ട് ആളെടുത്ത് ഇടക്ക് അതിനെ കാണുമ്പോ എനിക്ക് സങ്കടം. പാവം. അതിനെ കുളിപ്പിക്കോ അതിനെ ഇതാക്കുവെല്ലാം ചെയ്യുന്നത് ഇയാളായിരിക്കൂലേ? ഇത്രയും വൃത്തിയായിട്ട് അയാള്. ഏച്ചിക്ക് കുട്ടീനും കൂടി കൂട്ടിക്കൂടേനോ? നീ വിളിച്ചു പറ കുട്ടീനെയും കൂടി അങ്ങ് കൂട്ടിക്കോ. ഏച്ചിയുടെ ഗൾഫിലാ? ഗൾഫില്. എന്നാ പിന്നെ നിർത്തിക്കള. ഞാൻ നിർത്തും. പക്ഷെ അയാളെന്നെ നിർത്താൻ സമ്മതിക്കുന്നില്ല. നീ വീട്ടിൽ പറഞ്ഞ? വീട്ടിൽ പറഞ്ഞു. അയാൾ എന്നെ നിർത്താൻ സമ്മതിക്കുന്നില്ല. അയാളിപ്പോ ഞാൻ പറഞ്ഞില്ലേ 5000 തന്നിന്ന്, അങ്ങനെ ഇടക്കിടക്ക് എനിക്ക് തരുത്തുണ്ട്. പിന്നെ എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ അത്യാവശ്യം വരുന്ന അല്ല, എനിക്കിങ്ങനെ അത്യാവശ്യം തോന്നുന്ന സമയത്ത് അയാൾ എക്സ്ട്രാ കുറച്ച് പൈസ തരും. അപ്പൊ ഞാൻ നിർത്തുന്നാന്ന് പറഞ്ഞപ്പോ അയാൾ പറയുന്നത് ആ പൈസ എല്ലാം ഈല് കൂട്ടിയിട്ട് അതുവരെയുള്ള പണിയെടുക്കണം. മനസ്സിലായില്ലേ? എന്നെ വിടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമ്മൾ അഡ്വാൻസ് കൊടുത്തിട്ട് അല്ല, എങ്ങനെ ഇപ്പൊ പറഞ്ഞത് എനിക്ക്. ഇപ്പൊ അയാൾ എനിക്ക് തരുന്ന പൈസക്ക് മുഴുവനും ഞാൻ പണിയെടുത്ത് തീർക്കണം എന്ന് അയാൾ ഉദ്ദേശിക്കുന്നത്. എന്നാൽ അയാൾ എനിക്ക് ആടിയിടിയും തൊഴാണ്ട് പൈസ തരുകയും ചെയ്യുന്നു. എനിക്ക് പിന്നെ അത്യാവശ്യം വരുന്ന സമയത്ത് പൈസ അല്ലേ ഞാനാണെ വാങ്ങിച്ചു പോകും. അപ്പൊ നിന്റെ ഭാഗത്ത് തെറ്റ്. നീ പ്രതികരിക്കേണ്ട സമയം പ്രതികരിക്കണം. വല്ലാണ്ട് പെട്ടിട്ടാണത്. അപ്പൊ നീയായിട്ട് നിന്നെപ്പെടുത്തിയതാ. ഇതില് വേറെ ഒന്നും ചെയ്യാനില്ല. എനക്കാണെ അയാളെ തോർത്തെടുത്തെടുത്തെടുത്ത് മതിയായി. നാളെ അയാളെ എന്നെ കൊണ്ട് തിരുമ്പിക്ക വരെ ചെയ്യും. എന്ത്? അയാളെന്നാ ഇടുന്ന അതന്നെ. അങ്ങനെ ഞാൻ വേറെ എന്ത് തെറ്റിദ്ധരിച്ചു പോയി. സോറി. സാരമില്ല, പോട്ടെ, നിർത്തിക്കളാ എന്നാലും.